ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഷോപ്പിഫൈയിൽ നമുക്ക് എങ്ങനെ ബൾക്കായിട്ട് പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതായത് 1 by 1 പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടിയാണ്. അതായത് നമുക്കൊരു 500 പ്രോഡക്ട്സ് ഉണ്ട്. സോ ഈ ഒരു അവസരത്തിൽ 1 by 1 500 എണ്ണം എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഷോപ്പിഫൈയിൽ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. സോ അതെങ്ങനെ നമുക്ക് ബൾക്കായിട്ട് ഷോപ്പിഫൈയിൽ പ്രോഡക്ട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ പ്രോഡക്റ്റ് പേജിൽ വന്നു. അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ആഡ് പ്രോഡക്റ്റും ഇമ്പോർട്ടും ഉണ്ട്. ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ എടുക്കുക. അതിലാണ് ഞാൻ ഒരു സാമ്പിൾ ഡൗൺലോഡ് ചെയ്യുവാണ്, ഒരു എക്സൽ ഫയല്. അപ്പോൾ ഈ എക്സൽ ഫയലിൽ ഉണ്ട് എന്തൊക്കെയാ ഡേറ്റ ഉണ്ട്. നമ്മളൊരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആവശ്യമായ പേരുകൾ, അതായത് പേരിന്റെ ടൈറ്റിൽ, URL ഹാൻഡിൽ, ഡിസ്ക്രിപ്ഷൻ, ബ്രാൻഡിന്റെ നെയിം, ഏത് കാറ്റഗറിയാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് നമുക്കതിൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് സാമ്പിൾ 1 എന്ന് കൊടുത്തു. സോ ഞാനൊരു 1000 പ്രോഡക്റ്റ് ആഡ് ചെയ്യുവാണ് ഇതിൽ. ബാക്കി നമ്മൾ ഒരു 1000 പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് അത്രയും ആ ഒരു കോളംസ് ഫില്ലായിരിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഒരു 1000 പ്രോഡക്റ്റ് എടുത്തു. ഇനി സേവ് ചെയ്യുവാണ്. അപ്ലോഡ് ആൻഡ് പ്രിവ്യൂ. നമ്മുടെ പ്രോഡക്റ്റ് ഒരു 1000 ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പിടിക്കും. ഇമ്പോർട്ട് പ്രോഡക്ട്സ്, പ്രോഡക്റ്റ് ഇമ്പോർട്ടിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ സെപ്പറേറ്റ് URL ഹാൻഡിൽ, സെപ്പറേറ്റ് പ്രോഡക്റ്റിന്റെ പേര്, അതുപോലെ തന്നെ ബാർകോഡ് നെയിംസ്, ഇതെല്ലാം ആഡ് ചെയ്ത് ഒരു പെർഫെക്റ്റ് എക്സൽ ആയിട്ട് വേണം നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബൾക്ക് ആയിട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ്സ് ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ജസ്റ്റ് റാൻഡം ഒരു പേരോ ഒരു ഡിസ്ക്രിപ്ഷനോ മാത്രം ആഡ് ചെയ്താലും, ഇത്രയും വലിയൊരു ബൾക്ക് ആഡ് ചെയ്താൽ നമ്മൾ വീണ്ടും ആ പ്രോഡക്റ്റിന്റെ പേജിൽ പോയിട്ട് വീണ്ടും 1 by 1 എഡിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇത് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഒരു ബൾക്കായിട്ട് നമ്മൾ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ പ്രോപ്പർ URL, ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് നെയിം, അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് എത്രയാ അതിൻ്റെ എമൗണ്ട് വരുന്നത്, അതിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ അതിന് വേരിയൻ്റ് ഉണ്ടെങ്കിൽ വേരിയൻ്റ്, ഇമേജസ് ഉണ്ടെങ്കിൽ ഇമേജസ് അപ്ലോഡ് ചെയ്തതിൻ്റെ URL, ഇങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് ആയിട്ടുള്ള കോളംസ് ഫില്ല് ചെയ്ത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പമാണ്. ഇത് ഇപ്പോഴും സ്റ്റിൽ ലോഡിംഗ് ആണ്. നമുക്ക് നോക്കാം കുറച്ച് നേരം കൂടി, കാരണം ഇത് 1000 ഉള്ളത് കൊണ്ടാണ് ഇത്രയും ടൈം പിടിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിലിൽ എത്രയാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മെയിലിൽ നമുക്ക് വരും ഓരോ പ്രോഡക്റ്റും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ. നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്തിട്ട് മറ്റൊരു പേജിലോട്ട് പോയിട്ട് നോക്കാം ഇത് അപ്ലോഡ് ആവുന്നുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, അപ്ലോഡ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. നമുക്കറിയാൻ കഴിയാം ഇപ്പോൾ ഓൾറെഡി 106 സംതിങ് പ്രോഡക്റ്റിൽ ആഡ് ആയിട്ടുണ്ട്. ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കുവാണ്. ഓൾറെഡി നമുക്ക് 140 പ്രോഡക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് റിഫ്രഷ് ചെയ്താൽ മനസ്സിലാവും പ്രോഡക്റ്റ് ആഡ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. $155. സോ ഇങ്ങനെ ടോട്ടൽ 1000 10,000 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ബൾക്കായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇത് പക്ഷേ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റ് വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെയ്യാം. കാര്യം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത് ആഡിങ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. സോ ഇത് അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബൾക്കായിട്ട്
അല്ലെങ്കിൽ ഒരു 100 200 പ്രൊഡക്റ്റ് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ എക്സൽ എടുത്ത് ചെയ്യുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.